നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മുമ്പുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പോയി, പിന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശേഷമുള്ള ആൾക്കാരല്ലേ ഇവിടെ ഉള്ളത്. ഒരു കണക്കിന്. വേറൊരു കണക്കിനോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളല്ലേ മുഴുവൻ. ഒരു ഖസ്റജി, ഒരു ഹാവും ഒരു സാവും കണ്ടിട്ടുണ്ടെങ്കിൽ പേടിക്കുന്ന വിചാരിച്ചു. ഖസ്റജികളിൽ ആലു ഹിലാൽ എവിടെയാ താമസിച്ചത്? മദീനത്ത്. അവരിൽ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് മുടി വാങ്ങിയത്? ചരിത്രത്തിലുണ്ട്, കിതാബിലുണ്ട്. ഇതെന്താ ഈ മുടിനെ പറ്റി ഇത്ര പറയാന്നല്ലേ? സുബ്ഹാന ജല്ല വഅല എത്ര പൂർവ്വമാണ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. കാരണം മുടി സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ് അല്ലേ? നമ്മളൊക്കെ തലയിലില്ലേ? ഒരു മനുഷ്യൻ നാളെ ഇതൊരു കഷ്ണം മുറിച്ചുകൊണ്ട് വന്നാണ്ട് ഇതാ ഇത് ത്വാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കുടുങ്ങൂലേ? അതിൽ കുടുങ്ങാതിരിക്കാൻ മറ്റുള്ള ആളുകളിൽ നിന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയെ വ്യത്യസ്തമാക്കുന്ന മുഴുവൻ സിഫത്തുകളും മഹാന്മാരായ ഉലമാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം അത്തരം ഒരു ഗുണം ഈ മുടിക്കുണ്ടെന്ന് പരിശോധിക്കണം. രണ്ടാമത് എന്നിട്ട് ഇതിന്റെ കൈമാറ്റ രേഖ, പേരോന്റെ ഭാഷയിൽ പറഞ്ഞ അടി ആധാരം, അത് പിന്നെ പരിശോധിക്കണം. അടി ആധാരം ആയാലും വേണ്ടില്ല, കുത്താധാരമായാലും വേണ്ടില്ല. ഇപ്പൊ നോക്കുമ്പോ ഒരു ആധാരമില്ല. ഇനി ആധാരം കൊണ്ടൊന്നും സ്വീകരിക്കാനും പറ്റൂല. കാരണം കള്ളത്തെളിവ് ഉണ്ടാക്കി എന്നതിന്റെ 100 കണക്കിന് തെളിവ് നമ്മളെ കയ്യിലുണ്ട്. എന്നാൽ പോലും ഇതൊക്കെ ഓരോ സ്ഥലത്തുള്ള മുടികളുടെ ഫോട്ടോ ആണ്. ഇവിടെയൊക്കെ നിങ്ങൾ ഒരു മനുഷ്യന്റെ 2 വിരലിന്റെ ഇടയിലുള്ള ഒരാൾക്ക്, ആ ആൾക്കിന്റെ ഉള്ളിലാണ് ഈ മുടി. ഉണ്ടോ? ഇതാ കണ്ടോ? ഇത് മുടിന്റെ ഫോട്ടോ അല്ല കേട്ടോ, ഇതൊരു ഒരു ചില്ലാണ്. ഈ ചില്ലിന്റെ ഉള്ളിൽ മുടി വെച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഫോട്ടോ കിട്ടൂല. അപ്പൊ ചോദിക്കണേ, വെല്ലൂരിൽ ലത്തീഫിയ കോളേജിലെ മുടിയുടെ സനത് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? 3 കാരണ ചോദിക്കാത്തിന്. 1, അവർ കള്ളന്മാരല്ല. 2, അവർ പിരിവ് നടത്തുന്നവരല്ല. 3, ഇത് പ്രദർശിപ്പിക്കുന്ന സമയത്ത് മുടി ഇങ്ങനെ വെക്കും, എന്നിട്ട് ശക്തമായൊരു ടോർച്ച് കൊണ്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കും. ഇതിന് നേലുണ്ടോ? ഓരോ പ്രാവശ്യവും ഈ മുടി ആരെങ്കിലും മാറ്റുമോ എന്ന് ശങ്ക കൊണ്ടാകാം. കാണുന്ന മുഅ്മിനീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തഅലീമുണ്ടാകാൻ വേണ്ടിയാകാം. ശക്തമായൊരു ടോർച്ച് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് അതിന്റെ അപ്പുറത്ത് നേലില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് വെല്ലൂർ ലത്തീഫിയ കോളേജിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി പ്രദർശിപ്പിക്കാറുള്ളത്. ഇത് മുടി കൊടുക്കണോടത്തന്നെ നെതല് കാണുന്നുണ്ട്. കണ്ടില്ലേ? ഫോട്ടോ കണ്ടില്ലേ? അതിലില്ലേ ഫോട്ടോ ഇല്ലേ? വെച്ചോണ്ടി. അതിൽ കൃത്യമായിട്ട് നേല് കാണുന്നുണ്ട്, മുടിക്ക് തന്നെ നേല് കാണുന്നുണ്ട്. എന്നാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് മനസ്സിലാക്കണം, ഇവിടെ നിങ്ങൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുമെങ്കിലും, അത് നിങ്ങളുടെ അനുയായികൾ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അല്ലാത്തവർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും, ഞങ്ങളുടെ ജീവന്റെ ജീവനായ സയ്യിദുനാ അഷ്റഫുൽ വറാ ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടായിരുന്നില്ല. നബി തങ്ങളുടെ ശരീരത്തിന് നിഴലുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമാക്കപ്പെട്ട ശറഫാക്കപ്പെട്ട ലോകത്തിന്റെ അനുഗ്രഹമായ അവിടുത്തെ പുണ്യമായ മുടികൾക്ക് ഒരു സ്ഥലത്തും നിഴലുണ്ടായിരുന്നില്ല. എന്നിട്ട് ബിസിനസിന്റെ തലം ഞാൻ ഇങ്ങനെ ആലോചിക്കുക. ഇത് നമ്മളെ AP അബ്ദുൽ ഹക്കീം മൗലവിയുടെ കിതാബ്. തിരുകേശം, മദീനയുടെ സമ്മാനം. പക്ക തട്ടിപ്പ്, മദീനയുടെ സമ്മാനം. കാന്തപുരം എന്ന് പറയുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ 2 മീറ്റർ വലുപ്പമുള്ളതുകൊണ്ടാണെങ്കിലോ പേര്. ഈ കൊടുക്കണ് അസ്രത് ബൽ പള്ളിയിലെ ഫോട്ടോ ആണ്. അതിനപ്പുറത്ത് ഇസ്രായേലിലുള്ളൊരു പള്ളീന്റെ ഫോട്ടോ ആണ്. ഇങ്ങനെ ലോകത്ത് കാണുന്ന ഒരുപാട് സ്ഥലത്ത് ഫോട്ടോ ഉണ്ട്. പക്ഷെ ഇതൊരു ചെറിയ പാത്ര, ചില്ലിന്റെ പാത്ര. ഇതിന്റെ ഉള്ളിലാണ് നബിതങ്ങളുടെ മുടി ഉണ്ട് എന്ന് പറയുന്നത്. മുടി ഇതല്ലല്ലോ, കണ്ടങ്ങൾ ഇവര് കാണിച്ച പുസ്തകത്തിൽ തന്നെ ഉള്ളതാണ്. AP അബ്ദുൽ ഹക്കീമിന്റെ പുസ്തകം. ഇതിൽ ഈ ഭാഗത്ത് കാണുന്നിടത്താണ് മുടിയുള്ളത് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തും ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇത്ര നീളമുള്ള മുടി ഈ ഖസ്റജി കൊടുത്തോടത്തല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ?
അയാൾ ഇതിങ്ങനെ നടന്നു കൊടുക്കാണ് ഡർബനിൽ. ഇതാ എ പി അബൂബക്കർ മുസ്ലിയാർക്ക് മുടി കൊടുക്കണം. അപ്പുറത്ത് കണ്ടു വെക്കുന്ന അതിൽ ഇതാ നോക്കി കണ്ടോളി. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പലയിടത്തും ഇത്തരം വിഷയത്തിൽ തർക്കമുണ്ടായപ്പോ അതിന് അന്നത്തെ ഉലമാക്കന്മാർ പരിശോധിച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ബഹുമാനപ്പെട്ട ഹസ്രത്ത് ബൽ പള്ളിയിലെ മുടി. പരിശോധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബാഖിയാത്തു സ്വാലിഹാത്തിലെ ലത്തീഫിയ കോളേജിലെ മുടി എല്ലാ വർഷം പ്രദർശിപ്പിക്കുമ്പോഴും അവിടെ ആ മുടിയുടെ നേരെ ടോർച്ചടിച്ചിട്ട് നേലുണ്ടോ നോക്കും. ഡൽഹി ജുമാ മസ്ജിദിലുള്ളത് തലമുടിക്ക് തെളിവുണ്ടോ? ഡൽഹി ജുമാ മസ്ജിദ് തലമുടി അല്ലല്ലേ, താടിരോമാണ്. അതും സനത് സ്ഥിരപ്പെട്ടിട്ടില്ല, എല്ലാ ഉലമാക്കന്മാരും സമ്മതിച്ചിട്ടില്ല. മുഗൾ രാജവംശം കൊണ്ടുവരുന്നു എന്നാ പറയണത്. മനസ്സിലായില്ലേ? ഇപ്പൊ നാളെ സഖാഫിയുടെ ഒരു പ്രത്യേക നോട്ടീസ് കണ്ടു. ഡൽഹി ജുമാ മസ്ജിദിലെ തിരുകേശം കാണാൻ ആസുലഭ ആ സന്ദർഭം, അജ്മീർ ഡൽഹി ടൂർ. തിരുകേശത്തിനെ പറ്റി ഇതൊരു പുസ്തകത്തിൽ, നിങ്ങൾ ഈ മഞ്ചേരി മുണ്ടമ്പറമ്പ് ഭാഗത്തുള്ള ഒരാളാണ് ആ പുസ്തകം. അവിടെ ഉള്ളത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ നിഷേധിക്കുന്നില്ല, അംഗീകരിക്കണില്ല. അതവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് വെള്ളക്കച്ചവടമൊന്നുമില്ല. അവിടെ ഒരു ഇന്റർനാഷണൽ സിറ്റി അതിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടില്ല. കാശ്മീരിലെ മുടിക്ക് സംശയം ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണ്ട നിങ്ങൾ. ഏതായാലും ആ മക്കളെ വിട്ടാളി, ഈ ചരിത്രം ഒന്നും പഠിക്കുന്നതല്ല. ആ മുടി പോയി, അത് ഒസ്താന്റെ മുടിയാ. അത് വിട്ടാളി. 1.5 മീറ്റർ മുടിയുണ്ട്, നീളമുള്ളൊരു മുടി. നബി തങ്ങൾ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹാത്ത് മിനർ റിജാലി വൽ മുതശബ്ബിഹീന മിനൻ നിസാ. പുരുഷന്മാരെ പോലെ മുടി വളർത്തുന്ന സ്ത്രീകളെയും സ്ത്രീകളുടെ കോലം കെട്ടുന്ന സ്ത്രീകളെ പോലെ മുടി വളർത്തുന്ന പുരുഷന്മാരെയും അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിട്ടുണ്ട്. അങ്ങനെ മുടി വളർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ മുടി വളർത്തുന്നവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചവരാണ്. ഇപ്പോ അതിന്റെ ഒരു കഷ്ണാണ് ഖസ്റജി കൊടുത്തത്. ഖസ്റജിന്റെ അടുത്തുള്ള കൊലക്കണക്കിനാണ് തൂക്കിയിട്ട്. മൂപ്പര് പറഞ്ഞത് വളരാണ് എന്നാണ്. അത് വളരാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വളരാം. പക്ഷേ ഒറിജിനൽ എത്രേ, വളർന്നത് എത്രേ, അത് പറയണം. ഒറിജിനൽ എത്രേ, അതിൽ നിന്ന് വളർന്നത് എത്രേ, പിരിഞ്ഞുണ്ടായത് എത്രേ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു യഅസിമുക മിനന്നാസ്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരല്ല, സാക്ഷാൽ അബൂജഹൽ ശ്രമിച്ചിട്ടും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. നബിതങ്ങൾക്ക് പകരം ഒരു നബിയെ അവതരിപ്പിക്കാനോ നബിതങ്ങൾക്ക് പകരം ഒരു രോമം അവതരിപ്പിക്കാനോ ഒരു മുടി അവതരിപ്പിക്കാനോ ശ്രമിച്ചാൽ എ പി വിജയിക്കൂല. ഇത് സാധനം മാറി. അല്ലാഹുവിന്റെ ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിന് ഡ്യൂപ്ലിക്കേറ്റ് അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ വിജയിക്കൂല. വിജയിച്ചിട്ടില്ല. നിങ്ങൾ കണ്ടോളൂ, ഈ സദസ്സ് സാക്ഷിയാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരിതം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കും അയാൾ പ്രചരിപ്പിക്കുന്ന കള്ളസത്യങ്ങൾ എറ്റി പറയുന്ന മുസ്ലിയാർക്കും അധിക വിദൂരമല്ലാത്ത ഭാവിയിൽ ഈ മുഅ്മിനീങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ സംഭവിക്കും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട് നമ്മൾ ലാ നഅതഖിദു അന്നഹു തുറാബ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചലനമില്ലാത്ത മണ്ണാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ വാളിന്റെ നീളം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ വിഷയത്തിൽ ഭയപ്പെടണം. സസഫുകാരെ, ഷഹറെ മുബാറക്കിന്റെ പിരിവ് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ സസഫുകാരോട് ഞാൻ പറയുന്നു, പള്ളിന്റെ ഫോട്ടോ വെച്ചോ, അതിന് പ്രശ്നമൊന്നുമില്ല. 1000 കോടി രൂപ തിരിച്ചെടുത്തു നേപ്പി വരെയുണ്ട് സമൂഹത്തിൽ നിന്ന്. 40 കോടി പിന്നെ വലിയ പ്രശ്നം അല്ലേ? ഡൽഹിയിലുള്ള ആളെ ബിൽഡിംഗ് വിറ്റാൽ തന്നെ കിട്ടും.